എന്നിട്ട് അവസാനം ഈ സിനിമ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെയാണ് സിനിമയുടെ ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ, അതിനകത്തുള്ള അഭിനയിച്ചിരിക്കുന്ന ഓരോരോ വ്യക്തികൾ, ആസിഫ് അലി ആയിരുന്നാലും അപർണ ബാലമുരളി ആയിരുന്നാലും, 3 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട്, വിജയരാഘവനായിരുന്നാലും, പിന്നെ ഇതിനകത്ത് വന്ന് കയറുന്ന കുറച്ച് കഥാപാത്രങ്ങളായിരുന്നാലും, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ആ കഥയെ, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇതായിരിക്കണം എന്നുള്ള രീതിയിൽ അവർ എത്രത്തോളം ഈ സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഒരു 100% റിസൾട്ട് അത് ഓഡിയൻസിന് കിട്ടുകയാണ് ഈ സിനിമയിലൂടെ. വളരെ സബ്റ്റിലായിട്ട് കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ നടക്കുന്ന കുറേ സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവ വികാസങ്ങളും എല്ലാം കൂടെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മളങ്ങനെ ആസ്വദിപ്പിച്ച് സിനിമ കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുവന്ന് ഒരു നിർത്തുന്ന ഒരു പീക്ക് പോയിന്റ്. ആ സന്ദർഭം ഇപ്പോഴും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല. അതാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കിൽ, പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ്, പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. മുജീബ് എന്ന് പറയുന്ന അദ്ദേഹം, ഇയാൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്.